SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി ജയിൽ മോചിതനായതിനു ശേഷം മീഡിയ വണുമായി ചില കാര്യങ്ങൾ സംസാരിച്ചു. മീഡിയ വണിന്റെ പ്രതിനിധി അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിനു ശേഷം നടത്തിയ ഒരു പ്രസ്താവനയുണ്ടല്ലോ, വളരെ വിവാദമായ ഒരു പ്രസ്താവന. അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു പ്രസ്താവന. ആ പ്രസ്താവനയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും അതിനിടയിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിരുന്നു MK ഫൈസിയുടെ മറുപടി എന്നുള്ളത്. MK ഫൈസി ആ വിഷയത്തിൽ പറഞ്ഞത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് പറയേണ്ടതില്ല, അത്തരം നിലപാടുകൾ പറയേണ്ടതില്ല. പക്ഷേ അതിനുശേഷം നടത്തിയ ആ പ്രസ്താവന BJPയും സംഘപരിവാറും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, അവരുടെ PR വർക്കിന് വേണ്ടി അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇന്ത്യയിലെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന ഉണ്ടാക്കുന്ന എഫക്റ്റുകളെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചിരുന്നു. ആ കാര്യം തന്നെയാണ് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി പറയുന്നത്. ഏതായാലും MK ഫൈസിയോട് മീഡിയ വൺ പ്രതിനിധി ചോദിച്ച ചോദ്യങ്ങളും അതിന് അദ്ദേഹം നൽകിയ മറുപടികളും ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ED അറസ്റ്റ് ചെയ്ത SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസി കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. അദ്ദേഹമാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടെന്ന് ഡൽഹിയിൽ നിന്നാണ് അറസ്റ്റിലാവുന്നത് അല്ലേ? അതെ, ഞാൻ കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി ഡൽഹിയിലേക്കുള്ള യാത്രയായിരുന്നു. എയർപോർട്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം 11 മാസം കുറച്ച് ദിവസമായി, ഏകദേശം 12 മാസം എന്ന് പറയാം, ജയിലിലായിരുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ പറയുന്ന ഒരു സംഗതി, ഈ കേസ് രാഷ്ട്രീയ പകപോക്കലാണ്. കാരണം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ പാർട്ടിയുടെ ആളുകൾക്കെതിരെ എടുക്കുന്ന അതേ രീതിയിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് എനിക്കും SDPIക്കും എതിരായിട്ട് ED കേസെടുത്തത്. ഇപ്പോൾ കോടതിയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കാര്യമായി നിലനിൽക്കാത്ത ഒരു കേസാണ് എന്നാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ച ഓർഡറിൽ അത് പറയുന്നത്. അതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്ന നിലയിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. MK ഫൈസി പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഈ കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത്. MK ഫൈസി ഡൽഹിയിൽ പോയ സമയത്ത്, കോടതിയിൽ ഹാജരാകാൻ വേണ്ടി ഡൽഹിയിൽ പോയ സമയത്താണ് എയർപോർട്ടിൽ വെച്ച് ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അഥവാ ഈ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നു എന്ന് ED മനസ്സിലാക്കുന്നു. അവിടെ ഡൽഹി എയർപോർട്ടിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് 12 മാസത്തോളമായി തിഹാർ ജയിലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. അദ്ദേഹം ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. പക്ഷേ അതിനപ്പുറം ആ വിഷയത്തെ പറ്റിയുള്ള കോടതി നിരീക്ഷണങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണകൂടത്തിനെതിരായ സംസാരിക്കുന്ന ആളുകളെ, സർക്കാരുകളെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ നേരിടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയാണ് ഇവിടെ അവലംബിച്ചത്. ഈ കേസ് പോലും നിലനിൽക്കാത്തതാണെന്നും ഈ ആരോപണം തന്നെ നിലനിൽക്കാത്തതാണെന്നും ജാമ്യ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാണ് MK ഫൈസി വളരെ കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുള്ളത്. അഥവാ ഈ കേസ് എന്നുള്ളത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്ന് കോടതി വിലയിരുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോപ്പുലർ ഫ്രണ്ടുമായിട്ട് SDPIക്കുള്ള ബന്ധം അതൊക്കെ കാര്യമായി ചോദ്യം ചെയ്യലോ ഉണ്ടായിരുന്നോ? ഇല്ല, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ കണക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിട്ടില്ല. അത് അവരുടെ ഒരു പ്രത്യേക സംഗതി, ഒരു പരിഗണനാ വിഷയമായിരുന്നില്ല. ഇത് പാർട്ടിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട സംഗതികളാണ് അവർ പ്രധാനമായിട്ട് ചോദിച്ചത്. ഇപ്പോൾ ഈ സമീപകാലത്താണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന വന്നത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കാര്യമായ ഒരു പ്രശ്നങ്ങളുമില്ല ഇവിടെ ജീവിക്കാൻ എന്നുള്ളത്. അതുപോലെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു എന്നത് നമുക്ക് തെറ്റായിട്ട് പറയാൻ കഴിയില്ല. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആർക്കും പോയി കാണാം, സംസാരിക്കാം, അതൊരു തെറ്റല്ല. അത് ആ രീതിയിൽ പോകും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന കൊടുക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ കൂടി പരിഗണിച്ച് വേണ്ടിയിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കാൻ. ഒന്നിരിക്കൽ അദ്ദേഹം ഒരു ജനറലായിട്ടൊരു
ഒരു പ്രസ്താവന കൊടുത്തതായിരിക്കും. എങ്കിലും അത് BJP വളരെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയായിട്ടത് മാറും എന്നതാണ്. ഇതാണ് ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം എന്നുള്ളത്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവനയെ തുടർന്നാണ് വിവാദങ്ങൾ ഉണ്ടായത്. ആ വിവാദങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ SDPI ദേശീയ പ്രസിഡന്റ് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിനെ പോലെയുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കണ്ടു എന്നത് ഒരു തെറ്റായ കാര്യമായിട്ട് പറയാൻ കഴിയില്ല, അങ്ങനെ പറയേണ്ടതുമില്ല. പക്ഷെ അതിനുശേഷം നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവന എന്നുള്ളത് അത് ഇന്ത്യയിലെ സാഹചര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പ്രസ്താവനയാകണമായിരുന്നു. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഇന്ത്യയിൽ നിലവിൽ നടക്കുന്ന രാജ്യത്തെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് നടത്തേണ്ടിയിരുന്നത്. പക്ഷെ അതിനു പകരം ഇവിടെ കുഴപ്പങ്ങളില്ല എന്ന് പറയുമ്പോൾ അത് BJP അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് ആ പ്രസ്താവന എന്നുള്ളത് പ്രധാനമന്ത്രിയെ കണ്ടു എന്നതിലല്ല പ്രശ്നം. ആ പ്രസ്താവന കൊടുക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായിട്ട് BJP ഉപയോഗിക്കുകയും അവരുടെ എലക്ഷൻ എക്സസൈസുകൾക്ക് വേണ്ടി, അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതാണ് അതിന്റെ പ്രശ്നമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളും പല പ്രാവശ്യം പറഞ്ഞതാണ്, പ്രധാനമന്ത്രിയെ കാണുന്നു എന്നുള്ളതല്ല വിഷയം. നമ്മൾ ചെയ്ത വീഡിയോയിൽ നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയെ കാണുന്നതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. പക്ഷേ ഈ പ്രസ്താവന കൊടുക്കുമ്പോൾ ആ പ്രസ്താവന ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത്, അതുണ്ടാക്കുന്ന പ്രശ്നം എന്നുള്ളത് അത് വളരെ ഗുരുതരമാണ് എന്ന് തന്നെയാണ് അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷവും ജയിലിലൊക്കെ ഉദ്യോഗസ്ഥരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? ഇല്ല, അവരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ രീതിയിൽ നമ്മളോട് മാന്യമായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. വേറെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തലോ അത്തരം സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം കൂടിയാണ്. SDPIയുടെ ദേശീയ പ്രസിഡന്റാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ ഒരു നിലപാട് എന്താണ്? കേരളത്തിൽ പ്രത്യേകിച്ച് 2 മുന്നണികളാണ്. ആ മുന്നണികൾക്ക് ഏതെങ്കിലും ഒരു പിന്തുണ ഉണ്ടാകുമോ, അതോ നിങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കുമോ? പ്രധാനമായും പാർട്ടി സജീവമായിട്ടുള്ള 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്: ബംഗാൾ, തമിഴ്നാട്, കേരളം. ഈ 3 സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. BJP ഇതര ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നതാണ് ഒന്നാമത്തെ ഒരു തീരുമാനം. അല്ലാത്ത പക്ഷം പാർട്ടി അതിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പറ്റാവുന്ന സ്ഥലങ്ങളിൽ മുഴുവനും സ്ഥാനാർത്ഥികളെ നിർത്തും, മത്സരിക്കും. ഇതാണ് നമ്മുടെ ഒരു നിലപാട്. കേരളത്തിലും ഇപ്പൊ ഇവിടെ പ്രധാനമായി 2 മുന്നണികളാണ് ഉള്ളത്. നേരത്തെ സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കിയതാണ് 2 മുന്നണികളുമായിട്ടുള്ള നമ്മളുടെ ഒരു സമീപനം വ്യക്തമാക്കിയതാണ്. അപ്പൊ ഇതെല്ലാം വെച്ചോട് നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യും. അതൊരു രഹസ്യ പരിപാടിയായിട്ട് ഒന്നും ഉണ്ടാവില്ല. വളരെ പരസ്യമായിട്ടത് എല്ലാവരെയും അറിയിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുക. അല്ലാത്ത പക്ഷം ഞങ്ങൾ പറ്റാവുന്നത്ര സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമാക്കും. അപ്പോൾ വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പ് 2 ചോദ്യങ്ങളാണ് ഇത്. ഒന്ന്, അറസ്റ്റ് ചെയ്തതിനു ശേഷം തിഹാർ ജയിലിലാണ് നടക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട ജയിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് തിഹാർ ജയിൽ. അപ്പൊ തിഹാർ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ സമീപനത്തെ പറ്റി ഉദ്യോഗസ്ഥരൊക്കെ വളരെ മാന്യമായിട്ടാണ് സമീപനം സ്വീകരിച്ചതെന്നും യാതൊരു പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും അവരുടെ അടുത്ത് ഉണ്ടായിട്ടില്ല എന്നും ഫൈസി വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട SDPIയുടെ നിലപാടാണ്. SDPIയുടെ നിലപാട് കേരളത്തിലെ നിയമസഭ മാത്രമല്ല, തമിഴ്നാട്ടിലും ബംഗാളിലും SDPIക്ക് പാർട്ടി സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 3 സംസ്ഥാനത്തും സഹകരിക്കാൻ പറ്റുന്ന ആളുകളുമായിട്ട്, BJP ഇതര കക്ഷികളുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന ആരാണോ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ ഇലക്ഷനെ നേരിടും. ആരുമായിട്ടും സഹകരണ സാധ്യത ഇല്ലെങ്കിൽ പരമാവധി സീറ്റുകളിൽ തങ്ങളുടെ ശക്തി അനുസരിച്ചിട്ടുള്ള മത്സര രംഗത്തേക്ക് ഇറങ്ങുമെന്നാണ് അദ്ദേഹം അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നത്. അപ്പോൾ ബംഗാളും തമിഴ്നാടും കേരളവുമാണ് ഈ സംസ്ഥാനങ്ങൾ എന്നുള്ളത്. തമിഴ്നാട്ടിൽ DMK-യുമായി SDPIയുടെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
ബംഗാളിൽ CPM-ഉമായിട്ടുള്ള സഹകരണമൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ LDF-ഉം UDF-ഉമാണ് രണ്ട് മുന്നണികൾ എന്നുള്ളത്. ഈ മുന്നണികളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പിന്തുണ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നേരിട്ട് പോയി പിന്തുണ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചർച്ചകളുമായിട്ട് സഹകരണവുമായിട്ട് ആരെങ്കിലും വന്നാൽ അവരുമായിട്ട് സഹകരിക്കുന്ന നിലപാടുകൾ പരിശോധിക്കും. BJP ഇതര കക്ഷികളുമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും, ബംഗാളാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും എല്ലാ സംസ്ഥാനത്തും ഒരേ നിലപാടാണ്. BJP ഇതര കക്ഷികളുമായിട്ട് ഏത് കക്ഷികളാണെങ്കിലും അവരുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോവുക എന്ന് തന്നെയാണ് SDPIയുടെ പ്രഖ്യാപിതയും നിലവിലുള്ള നിലപാടും എന്നുള്ളത്. കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലപാട് പറയുമ്പോൾ കേരളത്തിലുള്ള പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയതുപോലെ തന്നെ ആരെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകൾക്കോ അല്ലെങ്കിൽ സഹകരണ മനോഭാവമായിട്ടോ വന്നാൽ അത് പരിഗണിക്കും. അല്ലാത്ത പക്ഷം പരമാവധി സീറ്റുകളിൽ മത്സരിക്കുകയും പരമാവധി വോട്ട് നേടുകയും ചെയ്യുക എന്നുള്ള രാഷ്ട്രീയ സമീപനത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് ദേശീയ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ED കേസിൽ ജാമ്യം കിട്ടിയതിനു ശേഷം സജീവമായ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്ന SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസി കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.